എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ. അപ്പോഴേ ഇന്ന് ഞാൻ 2-3 ഷോർട്സ് ഇട്ടതില്ലേ, അതിലൊരു ഷോർട്സിൽ നമ്മൾ കമൻറ്റ് കണ്ടിരുന്നു കണ്ണിന് എന്താണ് സംഭവിച്ചതെന്ന്. വേറെ ഒന്നല്ല കേട്ടോ, സ്ട്രെസ്സ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മൊബൈൽ നോക്കലും കാര്യങ്ങളും കൂടുതലായ കാരണം കൊണ്ടാണ്. ക്ലാസ്സും അതുപോലെ തന്നെ നോട്ട്സ് എഴുതലും പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകെ കൂടി പണി പാളി. അപ്പോൾ അതിലാണ് പണി കിട്ടിയത്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് പറയാം. നമ്മൾ ഇന്നലെ റെസ്ക്യൂ ചെയ്തില്ലേ, നമ്മുടെ ഹെവനിലേക്ക് ഒരു GSD വന്നില്ലേ, ആ കുഞ്ഞിൻ്റെ അവസ്ഥ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് നല്ല ഏജ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം നല്ല വൂണ്ടുണ്ട്. കാരണം നല്ല മാഗോട്ട്സ് കയറിയേക്കാണ്, പുഴുക്കൾ അത്ര അധികം ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അതിനുള്ള മെഡിസിൻസും ആൻറ്റിബയോട്ടിക്സും നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മെഡിസിൻ ഫുള്ള് ആ കുഞ്ഞിൻ്റെ കേട്ടോ. ഫുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ്സ് ഫുള്ള് കുഞ്ഞിൻ്റെയാണ്. ഈ ഒരു ഭാഗം 2 മെഡിസിൻ ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞില്ലേ, ജർമ്മൻ. നമ്മളെല്ലാവരും കൂടെ ആ കുഞ്ഞിന് നമ്മൾ പേരിട്ടു കേട്ടോ, അർജുൻ എന്നാണ് പേര്. അപ്പോൾ അവന് ഉള്ള മെഡിസിനും കൂടെ നമ്മളിപ്പോൾ നിലവിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം നമ്മുടെ ആ ഒരു റോട്ടിൻ്റെ കാര്യമാണ്, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായെന്ന്. കുഞ്ഞ് പതുക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഡോക്ടർ ആ കുഞ്ഞിൻ്റെയും കൂടെ കാര്യങ്ങൾ നോക്കി കുഞ്ഞിന് മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇച്ചിരി പ്രശ്നം ആ കുഞ്ഞിൻ്റെ അഗ്രഷനാണ്. അപ്പോൾ അത് വഴിയേ പാറുള്ളൂ. കാരണം നമുക്ക് ആ കുഞ്ഞിൻ്റെ പാസ്റ്റ് അറിയില്ല. മുന്നത്തെ ഓണർ എന്താണ് ആ കുഞ്ഞിനോട് ചെയ്തു വെച്ചേക്കണമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒരു കാലക്രമേണ ഒരു 3-4 മാസം കൊണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ട്യൂമറൊക്കെ പതുക്കെ മാറി. അതുപോലെ ചെള്ളുപനി ഉണ്ട്, ആ ചെള്ളുപനിയൊക്കെ മാറി എല്ലാം സെറ്റാവും. കാരണം ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കിയപ്പോൾ ചെള്ളുപനി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേഷൻസും കാര്യങ്ങളും. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള കുഞ്ഞിനെ ശരിക്കും എന്താ പറയുക, കുഞ്ഞ് കൈവിട്ട് പോകേണ്ടതായിരുന്നു. ഇന്നലെ അവർ എത്തിച്ചില്ലായിരുന്നെങ്കിൽ. ഇന്നലെ ശരിക്കും അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് മുന്നത്തെ ഓണർ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഈ കൊണ്ടുവന്ന ആളാണ് ആ കുഞ്ഞിനെ ഇവിടെ ആ കുഞ്ഞിപ്പോൾ ജീവനോടെ ഇരിക്കാനുള്ള കാരണം ഇന്നലെ കൊണ്ടുവന്ന ആൾ കാരണമാണ്. കാരണം ആ ഒരു മനുഷ്യൻ അത് മുൻകൈ എടുത്ത് കാര്യം ചെയ്തില്ല എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ ഭൂമിയിൽ ഉണ്ടാവില്ല. കാരണം അത്രയും വേസ്റ്റ് കണ്ടീഷനായിരുന്നു ആ കുഞ്ഞിൻ്റെ അവസ്ഥ. എന്തായാലും ആ ഒരു മനുഷ്യന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും സഹായങ്ങളും സപ്പോർട്ടും ഇനി ഉണ്ടാവണം. കാരണം നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് മുന്നോട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പ്രാർത്ഥന എന്നെയും എൻ്റെ മക്കളെ എല്ലാവരും ഓർക്കണം കേട്ടോ.